എല്ലാവർക്കും പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളെ യാത്ര ചെയ്തിട്ട് ഓണത്തിനൊക്കെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബൈൻഡൂർ മൂകാംബിക റോഡ് സ്റ്റേഷനിലാണ്. ഇവിടെ നല്ല മഴയാണ്. മഴയത്ത് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇൻട്രോ എടുക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ബൈൻഡൂർ സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടെ നിന്ന് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു കുറച്ച് ഭാഗം നിങ്ങൾ വേഗം കണ്ടുവാ. എൻ്റെ കൂടെ അനന്തും ഉണ്ട്, നമ്മുടെ ആറന്മുളയുള്ള ഫ്രണ്ട് അനന്തും ഉണ്ട്, ഞാൻ മാത്രമല്ല അനന്തും ഉണ്ട്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളത് വേഗം കണ്ടിട്ട് വാ. പോയിട്ട് വരാം. Love you bro, miss you bro. അമ്മേ ശരണം ദേവി ശരണം. പോയിട്ടോ. ശരി ഓക്കെ ബൈ. ഗൈസ് ഇവിടെ നല്ല ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ. വൈകിട്ട് 7:30 സമയമാണിത്. ഭയങ്കര ഇപ്പോൾ ട്രെയിൻ വന്ന് ഇറങ്ങിയ തിരക്കും ട്രെയിനിൽ കയറാനുള്ള തിരക്കുമാണ് ഈ കാണുന്നത്. ഇത് എറണാകുളം ഗുരുവായൂർ പാസഞ്ചറാണ് ഈ വരുന്നത്. നമ്മൾ മൂകാംബികയ്ക്ക് പോകുന്നത് തിരുവനന്തപുരം വെരാവൽ എക്സ്പ്രസ്സിനാണ്. അപ്പോൾ അത് ഒരു 8:15-8:30 ആകുമ്പോൾ വരും. ഇതാ വരുന്ന നമ്മുടെ തിരുവനന്തപുരം വെരാവൽ എക്സ്പ്രസ്. റോയപുരം ഷെഡിലെ ഒരു WP7 30-410 ലോക്കമാണ് ഈ വണ്ടിയിൽ നയിക്കുന്നത് വെരാവൽ വരെ. അപ്പോൾ ഇത് ഭയങ്കര ഒത്തിരി ദൂരം ഓടുന്ന ഒരു ലോങ്സ്റ്റ് റണ്ണിങ് ഒരു എക്സ്പ്രസ് ട്രെയിനാണ്. നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിക്കാണ് നമ്മൾ നേരെ കയറി ബൈൻഡൂർ മൂകാംബിക റോഡിലേക്ക് പോകുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ സ്ലീപ്പറിലാണ്. സ്ലീപ്പറിൽ S2ലാണ് നമ്മുടെ സീറ്റ് ഉള്ളത്. ഇതിൽ മൊത്തത്തിൽ 7 സ്ലീപ്പറുണ്ട്. 7 സ്ലീപ്പറിൽ നമ്മുടെ ഇവിടെയാണ് ഏറ്റവും ബാക്കിലാണ് നടത്തി വയ്ക്കുന്നത്. ഹായ് ബ്രോ. ഡെലിവറി പോയി. ഇതാണ് നമ്മുടെ കോച്ച്. കണ്ടോ, നല്ല അടിപൊളി നല്ല മെയിൻറ്റെയിൻഡ് കോച്ചാണേ. അപ്പം നമ്മുടെ 2 അപ്പർ ബർത്താണ്. അങ്ങാട് നടുക്കായിട്ട് 2 അപ്പർ ബർത്ത്. അവിടെ മൊത്തം ആൾക്കാരെ. നമ്മുടെ വെരാവൽ എക്സ്പ്രസ് 8:20 ഇവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ, എറണാകുളം ടൗണിൽ നിന്ന്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് വിട്ട് കൊല്ലം എത്തിയപ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂർ അടുപ്പിച്ച് ഡിലേ ആയിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും ഓൺ ടൈമായി. കൂടുതൽ ടൈം കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമ്മുടെ വണ്ടി ആലുവ എത്തി. നമ്മുടെ കോച്ച് ശരിക്കും ഏറ്റവും ബാക്കിലാണ്, അതായത് ഏറ്റവും തൊട്ട് ബാക്കിൽ SLRD, പിന്നെ ജനറൽ, പിന്നെ ഒരു S1 S2. അപ്പോൾ ഈ ജനറൽ തിരക്കായി കഴിയുമ്പോഴേക്കും ഇങ്ങോട്ടൊക്കെ ആൾക്കാരുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങൾ ഈ വെരാവലിന് മൂകാംബികയ്ക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഏകദേശം ഒരു 1-2 മാസം മുമ്പാണ്. അപ്പോൾ ഇത് മറ്റേ റിക്വസ്റ്റ് വെയിറ്റ് ലിസ്റ്റിലായിരുന്നു, അതായത് RQWL എന്ന് പറയും. അപ്പോൾ ഈ റിക്വസ്റ്റ് വെയിറ്റ് ലിസ്റ്റ് ശരിക്കും പൂൾഡ് കോട്ടയിലും വരത്തില്ല, ജനറൽ കോട്ടയിലും വരത്തില്ല. അത് നമ്മൾ ഇടയ്ക്ക് ബുക്ക് ചെയ്യണം. നമുക്ക് എറണാകുളത്ത് നിന്ന് മൂകാംബികയ്ക്കാണ് ബുക്ക് ചെയ്യുക. അപ്പോൾ ഈ ഇടയ്ക്കുള്ള സ്റ്റോപ്പുകളുണ്ടല്ലോ, നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്ന് മൂകാംബികയ്ക്ക് പോകുന്നതുകൊണ്ട് അപ്പോൾ ഇടയ്ക്ക് നിന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷൻസിലേക്കൊക്കെ യാത്രയാണെങ്കിലാണ് ഈ RQWL വരുന്നത്. നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ബുക്ക് ചെയ്തായിരുന്നെങ്കിൽ നമ്മുടെ ടിക്കറ്റ് ജനറൽ വെയിറ്റ് ലിസ്റ്റിൽ വന്നേനെ. പിന്നെ ഈ കേരളത്തിൽ നിന്ന് ഈ ഗുജറാത്ത് ഭാഗത്തേക്ക് പോകുന്ന ഈ ഓക്ക എക്സ്പ്രസ്, വെരാവലി, ഗംഗാനഗറിലൊക്കെ ഇതേപോലെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മൂകാംബികയ്ക്ക് ടിക്കറ്റ് നോക്കുകയാണെങ്കിൽ കറണ്ട് ബുക്കിംഗ് ഒക്കെ മിക്കവാറും കാണാറുണ്ട്. ഡെലിവറി സീറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലും സേഫായിട്ട് നിങ്ങൾ വെയിറ്റ് ലിസ്റ്റ് ബുക്ക് ചെയ്തിട്ട് അതിനകത്ത് ചാർട്ട് വരുമ്പോഴേക്കും ഈസിയായിട്ട് കൺഫേം ചെയ്യിക്കോളൂ. ഈ എറണാകുളത്ത് നിന്ന് മൂകാംബിക, പിന്നെ ഈ തൃശ്ശൂർ നിന്നൊക്കെ ആണെങ്കിൽ ഈസിയായിട്ട് കൺഫേം ആവും. ഞങ്ങൾക്ക് കിട്ടിയത് 2 അപ്പർ ബർത്ത് ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ അവിടെ ഇരിക്കാണ്ട്, എനിക്ക് അപ്പർ ബർത്തിൽ സീറ്റ് ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഒക്കെ നിൽക്കുവാണ്. ശരിക്കും സൈഡ് ലോവർ ഏലൊരെണ്ണം കിട്ടിയായിരുന്നെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ചാർട്ട് നോക്കിയപ്പോൾ സൈഡ് ലോവറൊക്കെ മടുക വരി വേക്കിട്ടായിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് തന്നൂടായിരുന്നു. എൻ്റെ ഒരു ഗുഡ്സ് ട്രെയിൻ നടക്കുന്നത്. അവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ നടക്കുന്നുണ്ട്, BTPL നടക്കുന്നു. അപ്പോൾ നമ്മുടെ ഷൊർണൂർ എത്തിയിരിക്കുകയാണ്. 10:30 ആയിപ്പോൾ. പുറത്ത് കണ്ട് മഴയൊക്കെ തുടങ്ങി. ഞങ്ങളിവിടെ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക, ഞാനും നമ്മുടെ ആനന്ദവും കൂടി. നമ്മുടെ വെരാവൽ എക്സ്പ്രസ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ഓൺ ടൈമാണ്. 10:45 ആയപ്പോൾ തന്നെ നമ്മളിവിടെ നിന്ന് പുറപ്പെട്ടു. ഡിലേ ഒന്നുമില്ല. നമ്മുടെ വെരാവൽ എക്സ്പ്രസ് ഇപ്പം തിരൂര് വിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കിടക്കുകയാണ്. എല്ലാവരും കിടന്നു, കാരണം ഈ ഭാഗത്തുള്ളവരൊക്കെ കൂടുതലും മൂകാംബിക ഇറങ്ങാനുള്ളവരാണ് ഈ കോച്ചിലുള്ളത്. അപ്പോൾ എല്ലാവരും കിടന്നു. രാവിലെ 7 മണിക്ക് മൂകാംബിക എത്തും. അതിന് മുമ്പായിട്ട് കാണിക്കാം. നമ്മളിപ്പോൾ ഉടുപ്പി എത്തിയിരിക്കുകയാണ്. ഉടുപ്പിയിൽ നമ്മുടെ വണ്ടി എത്തിയത് 5:15-നാണ്. ഇവിടെ നിന്ന് 5:52-നാണ് പുറപ്പെടേണ്ടത്. പക്ഷേ അതിന് മുമ്പ് എത്തി. കാരണം ഇവിടെ കുറേ ബഫർ ടൈം, എക്സ്ട്രാ ടൈം നമ്മുടെ ഈ വെരാവൽ എക്സ്പ്രസ്സിന് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ശരിക്കും ഈ മൂകാംബിക റോഡിലേക്ക് പോകാൻ വേണ്ടി, മൂകാംബിക അമ്പലത്തിൽ പോകണമെങ്കിൽ ഈ ബൈൻഡൂർ മൂകാംബിക റോഡ് എന്ന സ്റ്റേഷനുണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 29 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് അമ്പലത്തിൽ ചെല്ലുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 10 വണ്ടിയുണ്ട്. അതിൽ ഒരു വണ്ടിയാണ് ഡെയിലി ഉള്ളത്. ബാക്കി 9 വണ്ടികളും ഓരോ ദിവസങ്ങളിലായിട്ടാണ്. അതായത് ഞാൻ വണ്ടിയുടെ ലിസ്റ്റ് പറയാം. ഡെയിലി ഉള്ളത് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്, പിന്നെ ഗരീബ് രഥ്, പിന്നെ നാഗർകോവിൽ ഗാന്ധിധാം, പിന്നെ നമ്മളീ പോകുന്ന തിരുവനന്തപുരം വെരാവൽ, കൊച്ചുവേളി ശ്രീഗംഗാനഗർ, കൊച്ചുവേളി ഭാവനഗർ,
പിന്നെ ഷൊർണൂർ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ, നമ്മുടെ മലബാർ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ തിരുനെൽവേലി, ദാദർ, എറണാകുളം ഓക്ക, മറുസാഗർ, പൂർണ്ണ എക്സ്പ്രസ്. അപ്പോൾ മൊത്തം 10 വണ്ടിയാണ് ഈ ബൈൻഡൂർ മൂകാംബിക റോഡ് സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ളത്. ബാക്കിയുള്ള വണ്ടികൾക്കൊന്നും സ്റ്റോപ്പൊന്നുമില്ല. അപ്പോൾ ഈ ബൈൻഡൂർ മൂകാംബികയിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ 10 വണ്ടികളുടെയും ടൈമിംഗ് കുറച്ച് വ്യത്യാസം ഉണ്ടാകും. കാരണം മൺസൂൺ ടൈം ടേബിളിലുള്ള ടൈമായിരിക്കത്തില്ല സാധാരണ ഉള്ള സമയത്ത്. അപ്പോൾ അതിന് ടൈമിംഗ് ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടൈമിംഗ് മാത്രമല്ല, അതുള്ള ഏതൊക്കെ വണ്ടികൾ ഏതൊക്കെ ദിവസമാണെന്നും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉടുപ്പി കഴിഞ്ഞ് ബർക്കൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ട് ഇപ്പോൾ നേത്രാവതി അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ചായയൊക്കെ വാങ്ങി. ഇവിടെ ഈ വണ്ടിക്കകത്തെ കാറ്ററിംഗ് ഒക്കെ മലയാളി ചേട്ടന്മാരാണ്. മലയാളികൾ, തമിഴൻ ചേട്ടന്മാരുണ്ട്, എല്ലാം അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. മറ്റേ ഹിന്ദിക്കാരൊന്നുമല്ല, സാധാരണ വണ്ടികളൊക്കെ ഹിന്ദിക്കാരുണ്ട്. ഈ വണ്ടിയിൽ നമ്മുടെ മലയാളികളാണ് കാറ്ററിംഗ് ഉള്ളത്. വ്യത്യാസമുണ്ട്. ഫുഡൊന്നും കഴിച്ചില്ല. ഫുഡിന് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പോൾ 7 മണിക്ക് പോകുമ്പോൾ ഇവിടെ ബൈൻഡൂർ എത്തും. ഇതിപ്പോൾ അടുത്ത സ്റ്റോപ്പ് കുന്താപുരയാണ്. ഈ ഭാഗത്തൊന്നും ഇത്രയും ദിവസമൊന്നും മഴയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ വരുന്ന ആ ദിവസം നോക്കി ഇവിടെ റെഡ് അലേർട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. നോക്ക്, നല്ല മഴയാണ് രാവിലെ തൊട്ടേ. നമ്മളിപ്പോൾ കുന്താപുരം എടുത്തുകൊണ്ടിരിക്കുക. സമയം 7 മണിയായി. നമ്മളിപ്പോൾ ബൈൻഡൂർ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓൺ ടൈമാണ്. പുറത്ത് നല്ല മഴയാണ്. മഴയത്ത് കുടിച്ചൊരുങ്ങിയായിരിക്കും ഞങ്ങൾ മിക്കവാറും അമ്പലത്തിൽ പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കൃത്യസമയത്ത് തന്നെ ഇവിടെ ബൈൻഡൂർ മൂകാംബിക റോഡ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കേട്ടോ, ഇതാണ് മൂകാംബിക റോഡ് ബൈൻഡൂർ സ്റ്റേഷൻ. കേട്ടോ, ഒറ്റ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇവിടെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും മംഗലാപുരത്ത് നിന്ന് വിടുന്ന വണ്ടികളൊക്കെ കുറേ ഇടയിൽ നിർത്തുന്നുണ്ട്. പിന്നെ നമ്മളവിടെ ഞാൻ പറഞ്ഞില്ലേ 10 വണ്ടിയാണ് ഇവിടെ നിർത്തുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന 10 വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പുണ്ട്. ഇവിടെ ഇറങ്ങാനാണ് ഈ വണ്ടിയിൽ ഒട്ടുമിക്ക ആൾക്കാരേക്ക്. അവിടെ നോക്കും, അങ്ങ് കുറേ ആൾക്കാർ അവിടെ ഈ വണ്ടിയിൽ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ കൊച്ചിയിൽ നിന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. എല്ലാവരും ഇതേപോലെ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവിടെ ആകെ ഒറ്റ ട്രാക്കേ ഉള്ളുണ്ട്. സിംഗിൾ ലൈൻ ആയതുകൊണ്ട് ഒറ്റ ട്രാക്കേ ഉള്ളൂ. അതുകൊണ്ട് ട്രെയിൻ വരുന്നതും ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടുന്നതൊക്കെ നല്ല വേഗതയിലായിരിക്കും, നല്ല സ്പീഡിലായിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ട്രെയിൻ നിർത്തി ഇവിടെ അത്യാവശ്യം കുറച്ച് നേരം നിർത്തും. ഒരു 2-3 മിനിറ്റൊക്കെ നിർത്തും വണ്ടി. ആൾക്കാർ ഇറങ്ങിയിട്ടേ വണ്ടി വിടത്തുള്ളൂ. കേട്ടോ, വണ്ടി ഇപ്പോൾ വിടുകയാണ്. ട്രെയിൻ വിടുന്നത് നല്ല സ്പീഡിലായിരിക്കും. കാരണം ഒറ്റ ട്രാക്കല്ലേ ഉള്ളൂ, മെയിൻ ലൈൻ അല്ലേ. അങ്ങനെ വെരാവൽ എക്സ്പ്രസ് ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് മൂകാംബിക റോഡ് സ്റ്റേഷനിൽ നിന്നാണ്ടോ. അപ്പോൾ ഇവിടെ വരുന്ന വണ്ടികളുടെ കോച്ച് പൊസിഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. 12201 ഗരീബ് രഥിൻ്റെ, പിന്നെ വെരാവലിൻ്റെ, പിന്നെ കാർവാർ ഈശ്വൻപുർ, അങ്ങനെ കുറേ വണ്ടികൾ ഈ ഒരു സ്റ്റേഷനിൽ നിർത്താറുണ്ട്. പിന്നെ ഇവിടെ നിർത്തുന്ന എല്ലാ വണ്ടികളുടെയും ടൈം ടേബിൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേഷൻ നിർത്തുന്ന അറൈവലും ഡിപ്പാർച്ചറും, ട്രെയിൻ ടുവാർഡ്സ് മുംബൈ, ട്രെയിൻ ടുവാർഡ്സ് മംഗലൂരു കണ്ടോ. ഇത് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളാണ്. മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളുടെ ഇവിടെ ഉള്ള സ്റ്റോപ്പിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. പൂർണ്ണ, മംഗലാപുരം, മത്സ്യഗന്ധ, മരുസാഗർ, കൊച്ചുവേളി എക്സ്പ്രസ്, മറ്റേത് ഗംഗാനഗർ, കൊച്ചുവേളി, വെരാവൽ, ഗാന്ധിധാം, നാർക്കോവിൽ, അങ്ങനെ കുറേ വണ്ടിയുണ്ട്. പിന്നെ ജബൽപൂർ, കോയമ്പത്തൂരൊക്കെ ഇപ്പോൾ നിർത്തി കേട്ടോ. അതുകൊണ്ട് അത് കൂട്ടണ്ട.
ഇത് ടുവേർഡ്സ് മുംബൈ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളുടെ ഡീറ്റെയിൽസ് സമയം ഉൾപ്പെടാണ്ട. ഇവിടെ ഇറങ്ങി വരുമ്പോൾ ഇഷ്ടംപോലെ ഓട്ടോ ഒക്കെ കാണാം. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് അമ്പലത്തിൽ പോകുന്നത് ഞാൻ പറയാം നിങ്ങളോട്. ഇവിടുത്തെ ബസ്സൊന്നും കാണുന്നിരിക്കുന്നത് ഓട്ടോയ്ക്ക് എവിടെയെങ്കിലും പോയിട്ട് അവിടെ നിന്നായിരിക്കും ബസ്സിന് പോകേണ്ടത്. ഇവിടെ പുറത്തായിട്ട് ഒരു ഹോട്ടൽ കാണാം. ഹോട്ടൽ അംബിക ഇൻ്റർനാഷണൽ ഒരു സ്റ്റേ ഒക്കെ ഉള്ള ഹോട്ടലാണേ. ഇവിടുന്ന് ബസ്സിനും പോകാം ടാക്സിക്കും പോകാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് ബസ് കിട്ടുന്നിടത്ത് പോകാണ്. കാരണം പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഇനി അവിടെ നമുക്ക് ബസ്സിന് നേരെ അമ്പലത്തിലേക്ക് പോകാം. അപ്പോൾ ആ ഓട്ടോ ചേട്ടൻ വന്നു കണ്ട് ഇവിടെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട്. അപ്പോൾ ഈ ബസ്സിൽ കയറി നേരെ പോയാൽ മതി. നമുക്ക് ഇത് നാഷണൽ ഹൈവേ 66 അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇത് നേരെ കൊല്ലൂർക്ക് പോകുന്ന ബസ്സാണ്. അപ്പോൾ നമുക്ക് ഈ ബസ്സിൽ കയറി നേരെ അമ്പലത്തിലേക്ക് പോകാം. നമ്മൾ ബസ്സിൽ കയറി ഇരുന്നു. പക്ഷേ ബസ് വിട്ടിട്ടൊന്നുമില്ല. ഇനി ആളൊക്കെ ഫുള്ളായിട്ട് എടുത്തില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 42 രൂപയാണ് ഇവിടെ നിന്ന് കൊല്ലൂർ പോകാൻ വേണ്ടി. ഏകദേശം ഒരു 30 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് യാത്ര. ഇവിടെ ബസ്സിൻ്റെ ഡ്രൈവർ ചേട്ടൻ വന്നിട്ട് ബസ് ഓണാക്കി ഇപ്പോൾ വിടുകയായിരിക്കും. 7:30 വിടുന്നത്. 7:30 ആയപ്പോൾ അയാൾ വന്ന് കയറിയത്. രാവിലത്തെ വണ്ടിയാണ്. ഇതിനകത്ത് നിറച്ച ആൾക്കാരാണ് കേട്ടോ. എല്ലായിടത്തും നിർത്തിയിട്ട് നോക്ക്. സ്കൂൾ പിള്ളേരും എല്ലാവരും ഉണ്ട്. നോക്ക് കുത്തി നിറച്ചാളെ. ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയതിൻ്റെ ഭാഗ്യയിരിക്കാൻ. നമ്മളങ്ങനെ കൊല്ലൂർ എത്താറായേ. ഇപ്പോഴും മഴയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞു. രാവിലത്തെ ബസ്സായതെങ്കിൽ പയ്യാണ് ബസ് വരുന്നത്. ആളെയൊക്കെ കയറ്റി ഇറക്കിയൊക്കെ പയ്യാണ് വരുന്നത്. അപ്പോൾ ഇനി 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ കൊല്ലൂർ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ 8:30 ആയപ്പോഴേക്കും ഇവിടെ നമ്മുടെ കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. ഈ ബസ് സ്റ്റാൻഡൊക്കെ നിങ്ങൾ മറ്റേ അരവിന്ദിൻ്റെ അതിഥികൾ സിനിമയ്ക്കകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ബസ് സ്റ്റാൻഡാണ് ഇത്. അപ്പോൾ ഇതാണ് ശ്രീ മൂകാംബിക ടെമ്പിൾസ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമുക്കിവിടെ തിരിച്ച് വന്നിട്ട് ഇവിടെ നിന്നാണ് ബസ് കയറി പോകാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ ബസ് യാത്ര? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു നാട്ടിൻപുറം എക്സ്പീരിയൻസ്. അതെ. നമുക്കിനി നേരെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇവിടെ നിന്ന് ഒരു 600 മീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ നടന്ന് ഇനി അങ്ങോട്ട് പോവാം. ഇവിടെ റോട്ടിൽ തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു അമ്പലത്തിൽ വലിയ തിരക്ക് കാണാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അനന്ത് ഇവിടെ വന്നിട്ട് മലയാളമൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുക. ബ്രോ ഇതൊരു ചിന്ന കേരളമാണ്. അതെ ഫുള്ളതാ. കേരള ഹോട്ടൽ എല്ലാം ഉണ്ടാവും അവിടെ. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ഥലത്ത് ഒരു ഗസ്റ്റ് ഹൗസിൽ ഫ്രഷ് ആവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫ്രഷ് ആയിട്ട് വേണ്ട അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളങ്ങനെ അവിടെ കയറി കുളിച്ച് ഫ്രഷ് ചെയ്തുകൊണ്ട് മുണ്ടൊക്കെ എടുത്ത് ഞങ്ങളെല്ലാം മുണ്ടൊക്കെ എടുത്ത് അമ്പലത്തിൽ കയറാൻ പോവാണ്. തിരക്കൊന്നുമില്ലെന്ന് തോന്നുന്നു. വലിയ തിരക്കൊന്നുമില്ലെന്ന് തോന്നുന്നു. പോയി നോക്കാം. കാര്യം മെയിനായിട്ട് മഴയാണ്. അതുകൊണ്ട് തിരക്ക് കുറവാണെന്ന് പ്രതീക്ഷിക്കാം. അതെ നോക്കാം. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ വന്നിരിക്കുകയാണ്. അനന്തു ലാസ്റ്റ് എപ്പോഴാണ് വന്നത്? 10ാം ക്ലാസ്സിലോ? 2016 വന്നത്. ഞാൻ കുറച്ച് നാൾ മുമ്പ് വന്നതാണ്. നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടാണല്ലോ സുഹിത്തേട്ടൻ്റെ ചാനലിൽ. അമ്പലത്തിനകത്ത് തൊഴുതു. ആരും ഇല്ലായിരുന്നു കേട്ടോ. ഒറ്റ മനുഷ്യൻ. 5 മിനിറ്റ് പോലും ഞങ്ങൾ ക്യൂ നിന്നില്ല. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു ഇട ദിവസമാണ്. ഓണം കഴിഞ്ഞ് അവധി കഴിഞ്ഞുള്ളൊരു ദിവസമാണ്. അപ്പോൾ എല്ലാവരും വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാർ കുറവാണ്. മലയാളികൾ എന്നാലും ഉണ്ട്, പക്ഷെ ആൾക്കാർ കുറവാണ്. കൂടുതൽ മലയാളികളാണ്. അത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് വരാൻ പറ്റി. ഒരു 5 മിനിറ്റ് പോലും നമ്മൾ നിന്നില്ല. നമ്മൾ നേരെ ആ ക്യൂവിനോടൊപ്പം നിന്നു. പോയി നടന്ന് കയറി പോയി തൊഴുതു. നമ്മൾ കുറേ നേരം നിന്ന് തൊഴുതല്ലേ? നല്ലപോലെ. അതെ. നമ്മുടെ ഗായിക വൈക്കം വിജയലക്ഷ്മി ചേച്ചി ഉണ്ടായിരുന്നു ഇവിടെ. അകത്ത് ആ ചേച്ചി പാടുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ആ പാട്ട്. അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അകത്ത് ഷൂട്ട് ചെയ്തില്ല. പിന്നെ വേറെ ഇതിൻ്റെ കുറേ ബന്ധുക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളിനി ഇവിടെ നിന്ന് നേരെ തിരിച്ച് പോവാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഫ്രഷ് ആവാനൊക്കെ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിലൊക്കെ അല്ല ലോഡ്ജിലൊക്കെ പറ്റും. പക്ഷേ ഒരു
500 മുതൽ 800 രൂപയൊക്കെ അവർ വാങ്ങിക്കും ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ടാക്സിയൊക്കെ കിട്ടും. ടാക്സിക്ക് 900 രൂപയ്ക്കാണ് സ്റ്റേഷനിൽ നിന്നപ്പോൾ പറഞ്ഞത്. ചിലപ്പോൾ അതിലും കുറച്ച് കിട്ടുമായിരിക്കും. ഇപ്പം നമ്മളിപ്പം ബസ്സിന് വരാൻ പറ്റുവാണെങ്കിൽ ബസ്സിന് വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ബസ്സിനാണെന്ന് ഈസി ആയിട്ട് വരാൻ പറ്റും. ഒരാൾക്ക് 42 രൂപയുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പ്രൈവറ്റ് ബസ്സിന്. അപ്പോൾ പ്രൈവറ്റ് ബസ്സാണ് തോന്നുന്നു കൂടുതൽ ഈ റൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് ബസ് തന്നെ പോകുന്നത് നല്ലത്. നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റാൻഡിൽ വന്നുകൊണ്ട് SVMSൽ കയറുകയാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ബസ്സാണ്. SVMS എന്ന് കുറേ ബസ്സുണ്ട്. അപ്പോൾ ഇത് ബൈൻഡൂർ പോകുന്ന കൊല്ലൂർ നടക്കുന്ന ബസ്സിന് നമ്മൾ കയറാൻ പോവാം. നമ്മൾ മൂകാംബികേന്ന് ബസ് കേട്ടോ നമ്മൾ വെറും അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി കേട്ടോ. നേരത്തെ 1 മണിക്കൂർ കൂടുതലെടുത്ത് നമ്മൾ. ഇത് ഉച്ചയ്ക്ക് വേണ്ട വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം എത്തി. ഞങ്ങളിവിടെ തിരിച്ച് സ്റ്റേഷനിൽ വന്ന് മത്സ്യഗന്ധയ്ക്ക് കയറാൻ വേണ്ടി. ഇവിടെ അവിടെ നല്ല മഴയാണ്ടാ. ഇവിടെ രാവിലെ വന്നപ്പോൾ തൊട്ട് മഴയാണ്. എല്ലാം ഇടിച്ചു കുത്തി അടിപൊളി മഴ. സ്റ്റേഷനൊക്കെ ഫുള്ള് വെള്ളം. ഇവിടെ സ്റ്റേഷനിലൊന്നും ഒരു സൗകര്യമില്ല കേട്ടോ. വെറുതെ ഒരു മഴ കയറി ഇവിടെ എല്ലാം വെള്ളമാണ്. ഇടയ്ക്കിടയ്ക്കാണ് ഓരോ ഷെൽട്ടർ ഉള്ളതുകൊണ്ടോ. മഴയത്തൊക്കെ വണ്ടി വന്നാൽ പെട്ടുപോയത് തന്നെ. മൺസൂണിൻ്റെ ഏകദേശം അവസാന ഭാഗത്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. കുറച്ച് ദിവസത്തേക്ക് മഴയില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും മഴ ഉണ്ടെങ്കിലുണ്ട്. ഇങ്ങനെ ചൊറിഞ്ഞു കുത്തിയുള്ള മഴയാണ്. രാവിലെ തൊട്ടേ ഉണ്ട് മഴ. ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ടേ മഴയാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും മെയിനായിട്ട് ഒരു ട്രെയിൻ സ്പോട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയാണ് ഈ ഒരു ട്രിപ്പ്. അപ്പോൾ അമ്പലത്തിലും കൂടെ ആദ്യം അമ്പലമാണ് മെയിൻ ലക്ഷ്യം. അമ്പലം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മടുകാവ് പോവും. മടുകാവ് പോയിട്ട് മറ്റേ വാസ്കോ ഡ ഗാമ എന്ന് വരുന്ന ഫ്ലൈറ്റിൻ്റെയൊക്കെ ഒരു ട്രെയിൻ സ്പോട്ടിങ് ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഞാൻ ചെയ്യണോ വേണ്ടത് ഇങ്ങനെ ആലോചിക്കുകയാണ്. ക്യാമറ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഇറങ്ങിയത്. ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് എല്ലാം കൂടെ കൂട്ടി കളിച്ചൊരു വീഡിയോ ആയിട്ട് വേണം ചെയ്യാം. നോക്കട്ടെ. എന്നിട്ട് പിന്നെ ദൂദ്സാഗർ പോകണമെന്നുണ്ട്. ദൂദ്സാഗർ നമ്മുടെ അനന്ത് പോയിട്ടില്ല. അപ്പോൾ അനന്തൂരിലൊന്ന് പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ദൂദ്സാഗർ വെള്ളം ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. കാരണം ഇപ്പം മൺസൂണൊക്കെ ഏകദേശം കഴിയാറായി. അപ്പോൾ ദൂദ്സാഗറും വേണമെന്ന് പോയി നോക്കാം. അമരാവതി എക്സ്പ്രസ്സിൽ വേണമെന്ന് നോക്കാം. നോക്കട്ടെ. വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം. കാരണം നമ്മൾ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട് ആ റൂട്ടിൽ. അപ്പോൾ എപ്പോഴും എടുപ്പിച്ച് നിങ്ങളെ ബോറാക്കണമെന്ന് വെച്ചിട്ടാണ് എടുക്കാത്തത്. അപ്പോൾ മൂകാംബി വരുന്ന ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ട്രെയിനിൽ വരുന്ന ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഞങ്ങളുടെ മത്സ്യഗന്ധ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മത്സ്യഗന്ധ ഇപ്പോൾ ഏകദേശം ഒരു 50 മിനിറ്റോളം ഡിലേ ആണ്. അപ്പോൾ ഇവിടെ കണ്ടു. ഇവിടെ ഒരു പുതിയൊരു വെയിറ്റിംഗ് ഷെഡ് റോട്ടറി ക്ലബ് ബൈൻഡൂർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തൊരു വെയിറ്റിംഗ് ഷെഡാണ്. നല്ല അടിപൊളി പൂവൊക്കെ ഇട്ട് അലങ്കരിച്ച് ഇവിടുത്തെ റോട്ടറി ക്ലബിൻ്റെ ആൾക്കാരൊക്കെ തോന്നുന്നുണ്ടോ. അത് ഈ കൊങ്കണിലെ എല്ലാ സ്റ്റേഷനിലും ഇതുപോലെ തന്നെ ഒരു സൗകര്യവും ഇല്ല. അതെ, അങ്ങേ അറ്റത്ത് ഒരെണ്ണമുണ്ട്, പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ അവിടെ ആ മെയിൻ കെട്ടിടം. അത്രേ ഉള്ളൂ. ഇവിടെ മഴ പെയ്താൽ പെട്ടുപോയി. മഴ പെയ്യുന്ന സ്ഥലമാണ്. എന്നിട്ടും അവർ ഈ അത്യാവശ്യം നീളത്തിൽ ഷെൽട്ടർ പണിതിട്ടില്ലെങ്കിൽ മെയിൻ സ്റ്റേഷനും കൂടെ അല്ലേ, ആൾക്കാർ വന്ന് ഇറങ്ങുന്ന ഒരു സ്റ്റേഷൻ കൂടെ അല്ലേ. എന്ത് ചെയ്യാൻ ആരോട് പറയാൻ. ലോക്ക്ഡൗണിന് മുമ്പേ പണ്ട് ഒരു വണ്ടി ഉണ്ടായിരുന്നേ. എനിക്കറിയാമെന്ന് അറിയത്തില്ല. കാസർഗോഡ് നിന്നാണ് തോന്നുന്നു. കാസർഗോഡ് നിന്ന് ബൈൻഡൂർക്ക് ഒരു പാസഞ്ചർ ഉണ്ടായിരുന്നു. അത് പിന്നെ നിർത്തി. ലോക്ക്ഡൗൺ കഴിഞ്ഞ പിന്നെ നിർത്തി. ലോക്ക്ഡൗൺ കഴിയുന്നതിന് മുമ്പ് നിർത്തിയെന്ന് തോന്നുന്നു ആ ഒരു പാസഞ്ചർ. അങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്ന ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അല്ലേ. ആ വണ്ടിയുടെ ടൈമിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ 6:00 കാസർഗോഡ് നിന്ന് എടുത്തിട്ട് ഇവിടെ 11:50 എത്തും ബൈൻഡൂർ. എന്നിട്ട് ഇവിടെ നിന്ന് 1 മണിക്ക് പുറപ്പെട്ടിട്ട് വൈകിട്ട് 6:10 കാസർഗോഡ് എത്തും. എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് ആളെ ഇറക്കിയിട്ട് റേക്ക് മിക്കവാറും അപ്പുറത്ത് ശിരൂർ സ്റ്റേഷനിൽ പോകുമായിരിക്കും. ശിരൂർ അല്ലെങ്കിൽ അങ്ങോട്ട് വേറെ കുറേ സ്റ്റേഷനുണ്ട്. ശിരൂർ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ലോക്കോ റിവേഴ്സ് അടിച്ചിട്ടായിരിക്കും 1 മണിയാകുമ്പോൾ ഇവിടെ വന്നിട്ട് ആളെ കയറ്റി തിരിച്ച് കാസർഗോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ഒരു സർവീസ് പണ്ടുണ്ടായിരുന്നു. 2015 തുടങ്ങിയതാണ്. ഇപ്പോൾ അതില്ല. ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ആ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര സൗകര്യമായിരുന്നു. അങ്ങനെ നമ്മുടെ മത്സ്യഗന്ധ എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വണ്ടി കയറുന്നത്. മത്സ്യഗന്ധ എക്സ്പ്രസ് മംഗളൂരു സെൻട്രലിൽ നിന്നും മുംബൈ LTT വരെ പോകുന്ന ഒരു എക്സ്പ്രസ് ആണ് ഇത്. നമ്മുടെ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ്സിന് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടി. അപ്പോൾ നമ്മൾ കറണ്ട് ബുക്കിംഗ് എടുത്തായിരുന്നു ഇവിടെ നിന്ന് മടകാവ് വരെ പോകാൻ വേണ്ടിയിട്ട്. S6-ലാണ് എൻ്റെ സീറ്റുള്ളത്. ഞങ്ങളുടെ മത്സ്യഗന്ധയിൽ സീറ്റ് ബുക്ക് ചെയ്തത് ഞാനെന്ന് പറഞ്ഞ ആ ട്രിക്ക് ഉണ്ടല്ലോ, മറ്റേ കറണ്ട് ബുക്കിങ്ങിലൂടെ സൈഡിലോറ് സൈഡ് അപ്പർ നമ്മൾ വിചാരിച്ച ബർത്ത് കിട്ടുന്ന രീതിയിലുള്ള ബുക്കിങ്ങിൽ കൂടെയാണ് എടുത്തത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിചാരിക്കുന്ന സീറ്റ് ഇതേപോലെ ലോങ് ഡിസ്റ്റൻസ് വേണ്ടിയുള്ള കറണ്ട് ബുക്കിങ്ങിലൂടെ നമുക്ക് പ്രിഫറൻസ് കൊടുത്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ സൈഡിലോറ് സൈഡ് അപ്പറും എടുത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കോച്ച് മൊത്തം അലങ്കാരമാണ് കേട്ടോ. ഫുള്ള് ഈ മഴ പെയ്തുകൊണ്ട് ഇത് ഈ വിൻഡോ തുറന്ന് കിടക്കുന്നതുകൊണ്ട് വെള്ളമൊക്കെ അകത്ത് കയറി താഴെ ഫുള്ള് ചെള്ളയാണ്. വേസ്റ്റ് കൊണ്ട് മറ്റേ ഇത് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വന്നിട്ട് ക്ലീൻ ചെയ്തത് തന്നെ ആർക്കറിയാം. അതുപോലെ ഇങ്ങനെ എടുത്തോണ്ട് ഒന്നായിരിക്കും. നമ്മളിവിടെ ശിരൂർ സ്റ്റേഷനെ കൊണ്ട് ചവിട്ടി. മറ്റേ നിസാമുദ്ദീൻ തിരുവനന്തപുരം ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് കോട്ടയം വഴിയുള്ള, അത് വരാൻ വേണ്ടി ഇവിടെ ചവിട്ടി കേട്ടോ. ഈ വണ്ടിയിൽ കയറി ഉടനെ തന്നെ ക്രോസിങ്ങും തുടങ്ങി കേട്ടോ.
നമ്മളങ്ങനെ ഭട്കൽ എന്ന സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഈ മത്സ്യഗന്ധ എക്സ്പ്രസ് എന്ന് പറയുന്നത് ശരിക്കും ഈ കൊങ്കൺ കോസ്റ്റിലുള്ള ആൾക്കാരുടെ ഒരു ലൈഫ് ലൈൻ വണ്ടിയാണ്. നമ്മുടെ അവിടുത്തെ ഈ മലബാർ മാവേലി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ലൈഫ് ലൈൻ വണ്ടിയാണ് ഈ മത്സ്യഗന്ധ എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ സ്റ്റേഷനിലും നമ്മുടെ വണ്ടിയിൽ കയറാൻ വേണ്ടി അത്യാവശ്യം നല്ല ആളുണ്ടാവും. ഇപ്പോൾ ഇവിടെ വലിയ ആളൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം മെയിൻ സ്റ്റേഷൻസിലൊക്കെ നല്ല ആളുണ്ടാവും, എസ്പെഷ്യലി വീക്കെൻഡൊക്കെ. നമ്മൾ അടുത്ത സ്റ്റോപ്പായ മുരുടേശ്വർ എത്തി. മുരുടേശ്വർ എത്തിയപ്പോഴേക്കും അത്യാവശ്യം ആൾ പിന്നെയുണ്ട്. മുരുടേശ്വർ കണ്ടുകൊണ്ട് ഇവിടെ ആൾക്കാർ കയറുന്നത് ഞാൻ ചാർട്ട് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടേ. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ആൾക്കാർ ഇനി കയറും. ഇനി കാറുവാറ് പിന്നെ അതേ ഒരു മടുകാവ് നമ്മൾ എത്തുന്നത് ഒരു 7:30 സമയത്താണ്. മത്സ്യഗന്ധ എക്സ്പ്രസ് ഇതൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ്, സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മത്സ്യഗന്ധയുടെ റേക്ക് ശരിക്കും നമ്മുടെ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസിൻ്റെ റേക്ക് ഷെയറിംഗ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ഡിവിഷനാണ്. ഇതിന് പാലക്കാട് ഡിവിഷനായിട്ടൊരു ബന്ധവുമില്ല. പാലക്കാട് ഡിവിഷനുള്ള കീഴിലുള്ള മംഗലാപുരത്ത് നിന്ന് വിടുന്ന വണ്ടിയായിട്ടാണ് ഇത് പാലക്കാട് ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പാലക്കാട് ഡിവിഷൻ്റെ റേക്കൊന്നുമല്ല, ഇത് ട്രിവാൻഡ്രം ഡിവിഷൻ്റെ റേക്കാണ്. അപ്പോൾ ഈ റേക്കാണ് LTT വരെ പോയിട്ട് ഇത് നാളെ തിരിച്ച് മംഗലാപുരം വന്നിട്ട് തിരിച്ച് മംഗലാപുരം ട്രിവാൻഡ്രത്ത് പോകും. ഇതിൻ്റെ റേക്കൊക്കെ ഭയങ്കര ശോകം റേക്കാണ്. അപ്പോൾ മിക്കവാറും ഇതിന് ഉടനെ LHP കിട്ടുമെന്നാണ് അറിയാൻ സാധിച്ചത്. മിക്കവാറും ഉടനെ തന്നെ കിട്ടും. ഇപ്പോൾ നമ്മുടെ ജനശതാബ്ദി LHP ആയ പോലെ തന്നെ ജനശതാബ്ദി LHP ആയപ്പോഴേക്കും എല്ലാവരും ചോദിക്കുന്നത് കോഴിക്കോട് ജനശതാബ്ദി ആവുന്നില്ല. അതും ആവും ഉടനെ തന്നെ. എല്ലാം കൂടെ ഒറ്റയടിക്ക് ആക്കാൻ പറ്റത്തില്ല, കാരണം റേക്ക് വേണ്ടേ. അപ്പോൾ അതും ആവും ഓൾറെഡി. അതും പിന്നെ മറ്റേ ബംഗളൂരു എറണാകുളം ഇൻ്റർസിറ്റി, പിന്നെ ഈ മത്സ്യഗന്ധ എന്ന് പറയുമ്പോൾ മത്സ്യഗന്ധയാവും, നമ്മുടെ ഈ മംഗലാപുരം തിരുവനന്തപുരം ആവും. അങ്ങനെ 4 വണ്ടി മൊത്തത്തിലാവും. നമ്മളിപ്പോൾ ഗോകർണ റോഡ് സ്റ്റേഷനിലെത്തി. എപ്പോഴേക്കെന്താണ്ട് ഇവിടെ ഈ റോഡ് WP4 മഡ്ഗാവ് മംഗലാപുരം പാസഞ്ചറാണ് കിടക്കുന്നുണ്ടോ. നരച്ച പഴയ ഒരു WP4. പുറത്ത് നല്ല അടിപൊളി മഴയാണ്. നമ്മളിപ്പോൾ കാർവാറെത്തി. ഒന്നും ഷൂട്ട് ചെയ്യാൻ നിവർത്തിയില്ല, ഫുള്ള് അടച്ചിട്ടേക്കുവാണ്. മഴ കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വെള്ളമൊക്കെ ഇറങ്ങി. ഇവിടെ സീറ്റിൻ്റെ കണ്ട് ഇവിടെയൊക്കെ എല്ലാം വെള്ളം വേണ്ടോ. പഴയ പൊട്ടിപ്പൊളിഞ്ഞ കോച്ച. സമയം 8:05 നമ്മൾ അരമണിക്കൂർ 35 മിനിറ്റ് ലേറ്റായിട്ടാണ് ഇവിടെ മഡ്ഗാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി തിരുവനന്തപുരം മംഗലാപുരമായിട്ട് വരുമ്പോഴും ഇതേപോലെ 100 കണക്കിന് സ്റ്റോപ്പാണ്. മത്സ്യഗന്ധമായിട്ട് വരുമ്പോൾ ഇതുപോലെ 100 കണക്കിന് സ്റ്റോപ്പാണ്. പേര് മാത്രമുള്ള വ്യത്യാസം, സ്റ്റോപ്പൊക്കെ എല്ലാം കണക്കിനായിട്ട്. മത്സ്യഗന്ധ ഒരു പുതിയതായിട്ട് ഓവർഹോൾ ചെയ്ത കോച്ചാണ് തോന്നുന്നുണ്ടോ. നൈസ്. ഇങ്ങനെ നമ്മൾ മഡ്ഗാവ് ജംഗ്ഷനിലെത്തി. 8:05 ആയപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇന്ന് മഡ്ഗാവ് സ്റ്റേ അടിക്കുന്നുണ്ട്. ഇവിടെ ഓൾ സീസൺസ് ഗസ്റ്റ് ഹൗസ് എന്നൊരു ഗസ്റ്റ് ഹൗസ് ആണ്. ഏതോ കാട്ടുമുക്കിലുള്ളൊരു ഗസ്റ്റ് ഹൗസാണ്. ഡോർമെട്രി ആണ്. കാണിച്ചു തരാത്ത പോയിട്ട് ഗൈസ്. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഡോർമെട്രി. കണ്ടോ, ഇത് ഒട്ടും പ്രൈവസി ഇല്ല. ഇത് ഗോയബീബ് വഴി ബുക്ക് ചെയ്തതാണ്. പ്രൈവസി ഒട്ടുമില്ല. ഇത് AC ഡോർമെട്രിയാണ്. വളരെ ചെറിയ പൈസയുള്ളൂ, പക്ഷേ പ്രൈവസി ഇല്ല. അതാണ് പ്രശ്നം. ലോക്കറൊക്കെ ഉണ്ട്, അതുകൊണ്ട് സേഫാണെന്ന് വിശ്വസിക്കുന്നു. എന്താണോ എന്തോ, സേഫായിരിക്കട്ടെ. അപ്പോൾ മൂകാംബിക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അപ്പോഴേക്കും ബൈ.